നമ്മളിന്ന് നമ്മുടെ യാത്ര തിരിച്ച് എത്ര ദിവസം? 5th ആണോ 6th ആണ്? 6th ഡേ നമ്മള് മധുരയിൽ എത്തിയിരിക്കുകയാണ്. യാത്ര തിരിച്ച് 7th ഡേ. പക്ഷെ ഇന്ന് 6th ഡേ. இது எப்படி இருக்கு தெரியுமா? இதுக்கு முன்னாடி இந்த மாதிரி நிறைய நடந்திருக்கு, ஆனா இதுதான் முதல் தடவை அப்படிங்கிற மாதிரி. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടും ആ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് ചേട്ടൻ്റെ ഫ്രണ്ടുമാണ്. അപ്പോൾ സോ നമ്മളൊരു ഫാമിലി ഫ്രണ്ടാണ്. അവരുടെ കാർ അവർ നമുക്ക് തന്നു. അവർക്ക് നമ്മളെ കൂടെ ഇപ്പം ഇന്ന് വരാൻ പറ്റില്ല. അവർക്കൊരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ്, അത് ഏത് സ്ഥലത്താണ് അവർ പോയത്? അറുപ്പക്കോട്ടെ. അല്ലെങ്കിൽ അവരും കൂടെ ഒന്ന് ജോയിൻ ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ കാറ് കിട്ടി. ഞങ്ങളങ്ങനെ പഴമുതിർ ചോലൈ ആൻഡ് കള്ളഴകർ കോവിലിനെ നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അടുത്ത് തന്നെയാണ്. ഒരു 20 ദിവസം ആഗ്രഹമാണ് എനിക്ക്. അതേപോലെ തന്നെ പഴമുതിർ ചോലയും രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, ഒരേ മലയിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഒരു 3 മാസം മുമ്പ് തന്നെ അറിയാം. അത് രണ്ടും ഒരു 3 കിലോമീറ്റർ ദൂരമാണ്, അല്ല 3 കിലോമീറ്റർ ദൂരം തന്നെ, പക്ഷെ ഒരേ മലയിലിരിക്കുന്ന 2 ക്ഷേത്രങ്ങളാണ്. ഞങ്ങളിരിക്കുന്നത് കോർട്ട് റോഡിന്റെ അടുത്താണ്. അപ്പൊ അവിടുന്ന് 20 കിലോമീറ്റേഴ്സ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ആദ്യം കള്ളഴകർ കോവില് അവിടെ പോയിട്ട് കാണാം. കള്ളഴകർ എപ്പോ ഇവിടെ മധുരയ്ക്ക് വരും? ചിത്ര മാസം, ചിത്ര പൗർണമിക്ക് மீனாட்சி சுந்தரேஸ்வரர் திருக்கல்யாணத்துக்காக வருவார். தங்கச்சி கல்யாணம் அப்படின்னு ஏதோ கிளம்புவார். கிளம்பி இவ்வளவு பக்கத்துல இருந்தாலுமே அவருக்கு ஏகப்பட்ட வேலைகள் இருக்கும் வழியில. அவரை பார்க்கறது, அந்த பிருகு முனிவருக்கு மோஷம் கொடுக்கறது, அப்படி இப்படின்னு ஒவ்வொரு வேலையா பார்த்துட்டு வருவார். இங்க வெயிட் பண்ணி பார்த்துட்டு, இல்லை ஆள் வந்து சேர்றதுக்கு டைம் ஆகும் போல இருக்கு, இன்னும் வந்து சேரலையேன்னு சொல்லிட்டு முகூர்த்தம் தப்பிடக்கூடாதுன்னு சொல்லி அந்த டைம்ல கல்யாணம் பண்ணிட்டாங்க. தலைவன் கல்யாணத்துக்கு அடுத்த நாள் தான் வந்து சேர்றான். சரி, நான் இல்லாம கல்யாணம் பண்ணிட்டீங்களா கோவத்துலதான் വൈകാത്തിൽ ഇറങ്ങും. ശരി, അതാണ് കള്ളഴകർ. വൈകാത്തിൽ ഇറങ്ങുന്നത് മാത്രമേ എനിക്കറിയാവൂ. ആ കഥ കല്യാണം കൂടാൻ പറ്റാതെ പോകാൻ മാട്ടേன், കല്യാണத்துக்கு போக மாட்டேன். கல்யாணத்துக்கு வந்துடுவாரு. திருப்பி வரும்போதும் நேர போய் அங்கே வந்து ஒரு வெங்கடாஜலபதி கோவில் ஒன்று இருக்கும். அந்த கோவிலை போய் ஹால்ட் பண்ணிடுறாரு. என் இடத்துல நான் இருந்துக்கிறேன், நீ போ அப்படின்னு. அங்கே உட்காந்து திரும்பி வர்றதுக்கும் ஒரு 6 நாள் ஆகும். 6 நாள் 4 நாள் ஆகும். ஈஸியாலாம் வந்து ചേർപ്പെട്ട് ഒരു മുഴുക്കെ ചുറ്റി അടിച്ച് അവിടെ നിന്ന്. പിന്നെ നീ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷമല്ല, ഇപ്പൊ കഴിഞ്ഞ ഏപ്രിലും മുമ്പ് ഉള്ള ഏപ്രിലേക്ക് നീ ഇട്ട ഒരു സ്റ്റോറി ഉണ്ടല്ലോ, നമ്മളെ അരകനാട് ശാസ്ത. അതിലൊരു പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അരകനാട് ശാസ്ത രാധവീരന്റെ മകനായിട്ടുള്ള ശാസ്ത അടുത്ത രാജാവായിട്ട്, യുവരാജാവായിട്ട് പട്ടം എടുക്കാൻ പോണു എന്നുള്ള സ്ഥിതി വരുമ്പോ ആ വിശേഷത്തിന് ക്ഷണിക്കാൻ വേണ്ടി തന്റെ തായ്മാമനായ കറുപ്പനെ ക്ഷണിക്കാൻ വേണ്ടിയും ക്ഷണിക്കാൻ വേണ്ടിയും അഴകരെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടാണ് വരുന്നത്. ഇങ്ങോട്ട് വരുന്ന ഇടയിലാണ് അവിടെ നമ്മളെ എന്ത് പറയുന്ന അരങ്ങനാടുള്ള അവിടുത്തെ പ്രശ്നം അറിയുന്നത്. ആ കാണിക്കാരുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് നാഗരുമായിട്ടുള്ള പ്രശ്നം അറിഞ്ഞ് തിരിച്ചു പോകുന്നു. അതായത് ജ്ഞാനദൃശ്യം അറിഞ്ഞിട്ട് തിരിച്ചു പോകുന്നത്. ഇവിടെ വരെ എത്തിയില്ല. കൂടുതല് കുന്നുകളൊന്നും ഇല്ലാത്തത് പാണ്ഡ്യ നാടാണ്. പാണ്ഡ്യ നാട്ടിലുണ്ട് കിഴക്ക് നമ്മളെ ഈസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയൂലേ, നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നത് വെസ്റ്റേൺ ഗാർഡ്സ്. കിഴക്ക് തുടർച്ചി മലയിൽ നമ്മൾ പറയുന്ന സ്ഥലം മധുരൈ, തിരുനെൽവേലി. രാവിലത്തെ വെയില്, നല്ല വെയില്. ആ ഭാഗങ്ങളുണ്ട്. ഇന്ന് നമ്മളിവിടെ ട്രെയിൻ കയറി നാളെ നാട്ടിൽ പോയി എത്തുന്നവരേക്കും മഴ ഒന്ന് കരുണ ചെയ്ത് സുഖമായിട്ട് യാത്ര ചെയ്യാൻ വിട്ട സുഖമായിരിക്കും. കാരണം ഈ സ്ഥലങ്ങളിലൊക്കെ ഇവിടെ എല്ലാം കുഴപ്പമില്ല. മധുര സിറ്റിക്കത്തെല്ലാം മഴ പെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയും പോകാൻ പറ്റില്ല. മെഡ്രാസ് പോലെ തന്നെ. ഇന്നലെ നമ്മൾ രാത്രി വന്നപ്പോഴും ചെറുതായിട്ടൊരു മഴ ഉണ്ടായിരുന്നില്ലേ? ഇവിടുത്തെ സ്ഥിതിക്ക് വലിയ മഴയാണ്, നമുക്കത് ചെറിയ മഴ.
മിന്നൽ വെട്ടിയതേണ്ടല്ലേ ഇതിന്റെ ട്രെയിൻ. മാപ്പ് 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 സ്ട്രൈറ്റ്. ഈ 6 മിനിറ്റിൽ നമ്മൾ ഇനി അടുത്ത് ഏത് മല കയറാൻ പോകണം? ഇവിടെ ഒന്നും മല കാണാനില്ല. മലയിൽ കയറണത് കുറച്ച് സമയമേ ഉണ്ടായിരിക്കും. ഇവിടെ ഇവിടെ എന്തോന്നൊരു ഇറച്ചി വെട്ടാൻ സൺഡേ അല്ലേ ഇന്ന്? ഫിഷ് മാർക്കറ്റ്. அது மோஸ்ட்லி அது சண்டே கிறிஸ்டியன்ஸ் போவில்ல. ஊர்ல இங்க எல்லாம் எப்படின்னா இங்க வந்து இல்ல மீன் இங்க பிடிக்கிறதுக்கு இடமே கிடையாது. இங்க வந்து இந்த டேமு குளம் ஆறு அந்த மாதிரி இதுல கிடைச்சோம். ஐர மீன் அதனால தான் இங்க ஃபேமஸ். ஆத்து மீன் இங்க ராமநாதபுரம், தூத்துக்குடி இந்த மாதிரி இடத்துல இருந்து வர்றது தான். மலை. அதனால இந்த மதுரையில் வந்து மீன் சாப்பிட்றது அத்தனை ருசி தான் கிடையாது. ஏன்னா ஃப்ரெஷ்ஷு ஃபிஷ் உங்களுக்கு கிடைக்காது. தெரியுதா வலையப்பட்டி? இங்க நிறைய ஊர்களுக்கு வந்து இனிஷியல் ஒன்று இருக்கும். അല്ല വലയപ്പട്ടി തവിൽ ആ പാട്ട് ഒരു പാട്ടില്ലേ? വലയപ്പട്ടി തവില പാട്ടിലുണ്ട്. വലയപ്പട്ടി அவர் பேரு சுப்பிரமணியம் நினைக்கிறேன். தவில் வித்தகர். தவில் வாத்தியத்துல அவர் மேதை. அவர் பேரால் அறியப்பட்டதை விட ஊர் பேரால தான் அவர் அதிகமாக அறியப்பட்டார். வலையப்பட்டி தவில் அது பெரிய விஐபிஸோட கல்யாணத்திலாம் வாசிச்சவர் அவர் தான். അതാണ് ആ പാട്ടില്. அதாவது சூரியல விஜயന്റെ பாட்டுல என்ன சொல்ல போனா என் நினைவு சரியா இருந்துச்சுன்னா தில்லானா மோகனாம்பல் படத்துல வர்ற அந்த நாதஸ்வரத்துக்கு பக்கவாத்தியமா வர்ற தவில் வாசிச்சது டிஎஸ் பாலையா வாசிக்கிற தவில் வாசிச்சு ரியலா வாசிச்சதே இவங்கதான். வலையப்பட்டின்னு என்னோட நினைவு. செக் பண்ணிக்கலாம். வலையப்பட்டி ஊரு. ഡെൻസ് ഫോറസ്റ്റ് ഒന്ന് തൊട്ടടുത്തിരിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അങ്കിൾ വന്ന് വിട്ടോം. വിഷ്ണു കല്ലഴകൻ കോവിലിന്റെ എൻട്രൻസിൽ വന്നായി നമ്മൾ. അങ്ങോട്ട് റോഡ് കൊണ്ട് കല്ലഴകൻ ഒരു ആര് പറഞ്ഞ കൃഷ്ണൻ കാണിക്ക്. ലെഫ്റ്റ് സ്ട്രൈറ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലെഫ്റ്റ് டாக்ஸி அங்கே தான் போவோம். அவங்க ஃபாலோ பண்ணிட்டு போவோம். ஞாயிற்றுக்கிழமைனால கூட்டம் இருக்குன்னு நினைக்கிறேன். അങ്ങനെ മല കയറേണ്ട ആവശ്യമില്ല. പഴമ്പതി ചൊല്ലിക്ക് മേലെ കയറും. ടൂറിസ്റ്റ് വാനൊക്കെ നിൽക്കുന്നു. നല്ല കൂട്ടം ഇருக்கு. എല്ലാം വിടിയ കാലമേ വന്നിരിക്കാണ്. നമുക്ക് നല്ല ദർശനം കിട്ടും. ദൈവത്തിന്റെ കരുണയുണ്ട്. മേലതാ ഇവിടെ നിന്ന് കാണാം. കാർ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നടക്കണം തോന്നുന്നു. ഇല്ല ഇല്ല കാറെല്ലാം ഇവിടെ തന്നെ നിർത്തും. അങ്ങാണ് പോവേണ്ടത്. ആൾക്കാരൊക്കെ പക്ഷെ അവിടുന്ന് കാറ് വരണുണ്ട്. கோயிலுக்கு அழகர் கோயிலுக்கு வந்து கார் அப்படி கார் போகுமா? கார் இங்க பார்க்கிங் பண்ணலாம். சரி சரி. எங்க வேணாலும் பண்ணலாம் சார். ஓகே. ₹100 கையில் வச்சுக்கோ. എൻട്രിയാണ്. ഭക്തர்கள் ഓയ്വ് കൂടാം. അത് നീ ഇറങ്ങുമ്പോൾ കൂടെ വീഡിയോ എല്ലാം എടുത്തോ ഗായത്രി. ആ ബിൽഡിങ്ങിൽ അതിന്റെ നുണുക്കങ്ങൾ നോക്കണം, ചിത്രങ്ങൾ. ശരി എടുത്തോ. ഞാൻ നോക്കി പക്കാ സാറാ. കാറിന് 50 rupees.
അങ്ങനൊരു പാട്ടില്ലേ? ഇതെന്തോന്ന് കോട്ട? രാജഗോപുരം. ഓ, അതിനാണ് റായ രാജഗോപുരത്തിന്. തമിഴില് ജായല്ലോ. ராயன் அப்படின்னால ராஜன் தான் அர்த்தம். மலை தொட்டடுத்திருக்கீங்க. வாராறு அழகர் வாராறு. மலை தான் ஏறுதா. ഭംഗിയുണ്ടാ? நல்லதா நாங்க நம்ம பார்க்கணும். അവിടുന്ന് നോക്കുമ്പോ ഇങ്ങനെ മലയായിട്ട് കണ്ടില്ല. മല ഏറണമെന്ന് നല്ല തെരിയും. അപ്പൊ ഇത് ഒരേ സ്ട്രെച്ചിൽ അങ്ങോട്ട് പോയാൽ പഴമുതിർ ചോലയായി അല്ലേ? ഇവിടെ തൊഴുതിട്ട് ആ റെഡ് കളർ കൊന്ന അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ അച്ചൻകോവിലിൽ പോകുമ്പോഴേ അത് ഇങ്ങനെയുള്ള കാടല്ല, അത് ഇന്നും കുറെ കാട്, അത് വലിയ മരങ്ങള്. Call John. No phones connected. Please connect and try again. Goodbye for now. ഈ ഗോപുരാണോ അവിടെ നമ്മൾ കണ്ടത്? சரி, நான் பார்க்கிங் தேடிட்டு இருக்கேன். கொஞ்ச நேரம் கேள்விகள் கேட்காதீங்க. മുരുകൻ കോയിൽ. ചേട്ടാ, ഇത് മുരുകൻ കോയിൽ. പഴമുതിർ ചോല അല്ല ഇത്. ആക്ച്വലി ഇത് തന്നെയാണ് പഴമുതിർ ചോല ടെമ്പിൾ കേട്ടോ. നമ്മൾ അറിയാതെ അങ്ങ് ഫ്രണ്ടിലോട്ട് പോയാണ്. അറ്റത്ത് പോയപ്പോൾ അതാണ് ആ റോഡിന്റെ എൻഡിലാണ് പോയി നിൽക്കുന്നത്. അവിടെ വണ്ടി നിർത്താൻ ഒരു സ്ഥലമില്ല. 1/2 മണിക്കൂർ എടുത്ത് കേട്ടോ നമ്മൾ ആ വണ്ടിയെ എവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ട് ഭദ്രമായിട്ട് നിർത്തണമല്ലോ. ഫ്രണ്ടിൻ്റെ കാറ് വേറെ, അങ്ങും തട്ടാതെ വറക്കാതെ ഒക്കെ കൊണ്ട് നിർത്തണ്ടേ. ഇവിടെ എൻഡിലിരിക്കുന്നത് രാക്കായി അമ്മൻ കോയിലാണ്. ഇവിടെ വന്നപ്പോഴാണ് നമുക്കറിയാം ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ ഉള്ളതായിട്ട്. അപ്പോൾ അവിടെ ആദ്യം തൊഴാൻ വേണ്ടി കയറാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഭയങ്കര ക്യൂ, അവിടെ പെട്ടെന്നൊന്നും പറ്റില്ല. അപ്പം മുരുകനെ തന്നെ ആദ്യം പോയി തൊഴാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. നല്ല ഇറക്കം. ഞാൻ ബാക്കി இந்த ரோட்ல அப்படி நடந்து போயிட்டு இப்போ அவுட் നടക്കാൻ പറ്റുന്നു. നമ്മൾ കള്ളഴകർ കോയിലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ അല്ലാന്ന് വിചാരിച്ച് മേലെ പോയി. അവിടെ സ്വാമി മുരുകൻ കോവിലാണ്, പക്ഷെ അവിടെ പഴമുതിർ ചോലെന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ ഇനി മേലെയാണ് കളറെന്ന് വിചാരിച്ച് മേലെ കയറി. അവിടെ രാക്കായി അമ്മൻ കോയിലാണ്. അത് നല്ല ക്യൂ ആണ്, അപ്പോൾ അവിടെ കയറാൻ പറ്റില്ല, ഒത്തിരി ലേറ്റാവും. പിന്നെ കാറിനെ വല്ല വിധേന അവിടെ കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ ഇത്രയും ദൂരം അതാ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പഴമുതിർ ചോലയിൽ പോകാൻ വേണ്ടി. പഴമുതിർ ചോലയിൽ വരുമ്പോൾ ഇവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല. പഴമുതിർ ചോലയിൽ നിന്ന് വെറുതെ മുരുകൻ കോയിലിന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വേറെ ഏതോ ഒരു കോയിലിനാണ് വിചാരിച്ചത്. സംഭവം ആദ്യമായിട്ട് വരുന്നവർക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ കാറങ്ങ് മേലെ നിൽക്കുകയാണ്. നമ്മൾ താഴെ വന്ന് ഇവർ രണ്ടുപേരെയും കണ്ടിട്ട് തന്നെയാണ് പോകണം. കാരണം അവിടെ വലിയ ക്യൂ ആണ് രാക്കായി അമ്മൻ കോയിലിൽ. ഇവിടെയുള്ളവരെല്ലാം തൊഴുതിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. അല്ലേ, താഴെ കാണുന്നു ഇതാണ് പഴമുതിർ ചോല. തേൻകൂടാ എവിടെ? ഓ, ആ ലൈറ്റില് തേൻകൂട്. ഇല്ല കടന്തല്ല, തേൻകൂട് തന്നെ. കടന്തേ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്, അറിയില്ല. ദൈവമേ, പഴമുതിർ ചോലയും ദർശനം കഴിഞ്ഞ് നമ്മളിതാ വെളിയിലിറങ്ങി. നല്ല ദർശനം, കുറച്ച് കൂട്ടമുണ്ട്. അച്ഛൻ അങ്ങ് മേലെ പോയി കയറാം, നമുക്കും കയറാം.
പോവാം. വാ. പഴമുതിർ ചോല തൊഴുതിട്ട് തിരിച്ച് വേണ്ടതാ രാക്കായി അമ്മ തൊഴാൻ വേണ്ടി മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും കാർ അവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, നല്ല എക്സർസൈസ് കണ്ടോ. എൻ്റെ തുണിയെ പിടിച്ച് വലിക്കല്ല വിഷ്ണു. എത്തണം. ഇത് രാക്കായി അമ്മൻ ദേവിയുടെ മൂലസ്ഥാനത്തിന് സമീപത്തായിട്ട് ആൾക്കാർക്ക്, അതായത് ഭക്തർക്ക് കുളിക്കാനൊരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ല ജലം, നല്ല പുണ്യ വെള്ളമാണ് കേട്ടോ. നമുക്ക് വെള്ളം തീർത്ഥമായിട്ട് തരും. പിന്നെ വേണമെന്നുള്ളവർക്ക് കുളിക്കാം. നമ്മൾ കുളിക്കാനൊന്നും പോയില്ല. ഇതാണ് വരുന്ന വഴി കേട്ടോ. ഇത്രയും താഴേന്ന് ഇങ്ങനെ മേലെ കയറണം. വലിയൊരു ക്യൂ ആണ്. നമ്മൾ ഇതുവഴി വന്നിട്ട് ഇതായിപ്പോൾ ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങുകയാണ്. അത് കഴിഞ്ഞ് നേരെ പോയത് കള്ളഴകർ ടെമ്പിളാണ്. അത് ഒത്തിരി ദൂരം താഴെ കാറിൽ തന്നെ വരണം. നല്ല വെയിൽ. കുറച്ച് ക്യൂവിൽ പോകണം. 10 നമുക്കവിടെ തൊഴാം. തിരുപ്പരം കൊണ്ട് 12 മണിയിലുണ്ടല്ലോ. നമുക്കിവിടെ നല്ല ദർശനം കിട്ടും. ലഡു അതിനെങ്കിൽ തരണം. അതിനെ തരണം. ചേട്ടൻ ഇതിന് എടുത്തോളൂ. വേറെ അതിൻ്റെ അകത്ത് കൈയിട്ട് എടുക്കാൻ പറ്റണില്ല. ഞാൻ എടുക്കുമ്പോൾ ഉടയുന്നു. നല്ല ലഡു. ഇത് തിരുപ്പതി ലഡു പോലല്ല, കൊള്ളാം. തിരുപ്പതി ലഡു പോലല്ല, കൊള്ളാന്ന് പറയാം. കാരണം തിരുപ്പതി ലഡു ഭയങ്കര വലുതായിരിക്കും, ഹാർഡായിരിക്കും. പക്ഷെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ലഡു അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. നന്നായിരിക്കും വിചാരിച്ചാണ് കഴിച്ചത്. പക്ഷെ കുറച്ച് പഴയ ഒരു നല്ല ടേസ്റ്റ് ഫോമാണ്. പൊതുവെ ഇങ്ങനെ പ്രസാദം വിൽക്കാൻ വയ്ക്കുന്നത് നമ്മൾ വാങ്ങിക്കാറില്ല. ഇന്ന് കുറേ നേരമായി, രാവിലെ എണീറ്റ് വന്നതാണ് 5:30. അപ്പോൾ പിള്ളേരാരും ഒന്നും കഴിച്ചിട്ടില്ല. ടിഫിൻ കഴിക്കാനും സമയമില്ല. നേരെ ഇനി തിരുപ്പരംകുന്റം അവിടെ പോകണം. അവിടെ 12 മണിക്ക് മുമ്പ് നട അടയ്ക്കും. കറക്റ്റ് 12 മണിക്ക് നട അടയ്ക്കും. സോ അവിടെ അതിന് മുമ്പ് എത്തണം എന്നുള്ളതിൽ പ്രസാദം വാങ്ങിച്ച് കഴിച്ചിട്ട് പോവുകയാണ്. ഹോട്ടലൊക്കെ കയറിയാൽ പിന്നെ വീണ്ടും ഒരു 45 മിനിറ്റ്സ് ഒക്കെ എടുക്കും. കുറഞ്ഞത് 45 മിനിറ്റ്സ് എങ്കിലും ആവും. ഇതാ കാണുന്നതാണ് മുരുക ഭഗവാന്റെ തിരുപ്പരംകുന്റം എന്ന സ്ഥലം. അതായത് മുരുകൻ്റെ 6 പട വീടുകളിലെ ആദ്യത്തെ സ്ഥാനം തിരുപ്പരംകുன்றമാണ്. ഇതിൻ്റെ ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ, ശ്രീ മുരുക ഭഗവാൻ അസുരനായ ശൂരപത്മനെ വധിച്ചതിന് ശേഷം ദേവരാജാവായ ഇന്ദ്രന്റെ മകളായ ദേവസേനയെ, അതായത് ദേവാനയെ വിവാഹം കഴിച്ചത് ഇവിടെ വെച്ചായിരുന്നു. അത് കാരണം ഇവിടെ വള്ളിക്ക് സ്ഥാനമില്ല, മുരുക ദേവയാനി വിവാഹസ്ഥലം എന്നാണ് പറയുന്നത്. സോ ഇവിടെ വിവാഹങ്ങൾ തടസ്സം കൂടാതെ നടന്നു കിട്ടാനും പിന്നെ കുടുംബ ഐക്യത്തിനും സന്തോഷത്തിനും വേണ്ടിയൊക്കെയാണ് പ്രാർത്ഥിക്കാനായിട്ട് ആൾക്കാർ വരുന്നത്. ഹിന്ദുക്കൾ മാത്രമല്ല, പല മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരും ഇവിടെ വരാറുണ്ട്. മാത്രമല്ല, ഇതൊരു വലിയ മലയെ തുരന്നുണ്ടാക്കിയ ഒരു ഗുഹാക്ഷേത്രം കൂടെയാണ്. ഇവിടെ ഭഗവാൻ മുരുകൻ്റെയും ദേവയാനയുടെയും രൂപങ്ങൾ ആ മലയിലാണ് കൊത്തിവെച്ചിരിക്കുകയാണ്. ശില്പമായിട്ടല്ല,
ഒരു എംബോസ് ചെയ്യുന്ന രീതിയിൽ അതുപോലെ ഇരിക്കുകയാണ്. നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ കുമാരകോവിലും ഇതുപോലെ തന്നെയാണ്, പാറയിൽ ചെതുക്കി വെച്ചിരിക്കുന്നു പറയില്ലേ, അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ നല്ല ദർശനം കഴിഞ്ഞു. അതായത് മുരുകൻ്റെ 6 വീടുകളായ ആദ്യത്തെ വീടായ തിരുപ്പരംകുன்றവും അവസാനത്തെ 6ാമത്തെ വീടായ പഴമുതിർ ചോലയിൽ നമുക്കിന്ന് ദർശനം നടത്താൻ സാധിച്ചു. വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഒത്തിരി പേര് ഈ 6 വീടുകളും ഒരേ സ്ട്രെച്ചിൽ തന്നെ അവർ പോയി ദർശിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനൊരു 2 ദിവസമൊക്കെ എടുക്കും. അതായത് ഫസ്റ്റ് തിരുപ്പരംകുന്றம் കഴിഞ്ഞാൽ പിന്നെ തിരുച്ചെന്തൂർ, അത് കടൽ തീരത്തുള്ള ഒരു ക്ഷേത്രമാണ്. 3ാമത് പളനി, അതായത് പഴംനീ എന്ന ഒരു ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ക്ഷേത്രം. 4ാമതായിട്ട് സ്വാമിമല, അതായത് മുരുകൻ ശിവന് ഓം എന്ന പ്രണവ മന്ത്രത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത സ്ഥലമായിട്ടാണ്. സോ അവിടെ സ്വാമിയെ ഗുരുനാഥനായിട്ടും അല്ലെങ്കിൽ സ്വാമിനാഥൻ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. 5ാമത്തത് തിരുത്തണി, അത് ശൂരപത്മനെ വധിച്ചതിന് ശേഷം ശാന്തിയുടെ ഒരു സ്ഥലമായിട്ട് വിശ്വസിക്കപ്പെടുന്നു. 6ാമത് പഴമുതിർ ചോല, ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. ഒരു മലമുകളിലെ ഒരു ക്ഷേത്രം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അങ്ങനെ നല്ല ദർശനം നടത്തി നമ്മളന്ന് നമ്മുടെ ഈ ഒരാഴ്ചത്തെ ക്ഷേത്ര ദർശനങ്ങൾ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ നല്ല സന്തോഷത്തോടെ നല്ല വിജയകരമായിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ അവിടെ നിന്ന് നേരെ മധുരയ്ക്ക് വിട്ടു. ഞങ്ങളുടെ ഹോട്ടൽ റൂമിന് തൊട്ടരികിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി നല്ല ഒരു ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. വൈകുന്നേരം കഴിഞ്ഞു. രാത്രിയൊക്കെ ആയപ്പോൾ കാറിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അവർക്ക് കാറ് കൊടുത്തു. അവർ തന്നെ ഞങ്ങളെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. രാത്രി 12 മണിക്കുള്ള നാഗർകോവിൽ എക്സ്പ്രസ്സിലേക്ക് ഞങ്ങൾ വന്നു. അങ്ങനെ കുറേ ഓർമ്മകൾ, മറക്കാൻ പറ്റാത്ത നല്ല നല്ല ഓർമ്മകളുമായിട്ട് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നമുക്ക് വീണ്ടും കാണാം. Till then, bye for now.